നമസ്കാരം. ഞാനിന്നിവിടെ നിങ്ങളുടെ മുമ്പിൽ പറയാൻ പോകുന്നത് ഏത് ഘട്ടത്തിലാണ് നമുക്ക് വ്യായാമം ചെയ്യണം എന്ന് തോന്നുന്നത്, അതിനെക്കുറിച്ചാണ് ഞാൻ നിങ്ങൾക്ക്. അതിൽ ഒരുപാട് പേര് ചോദിച്ചിരിക്കുന്നു, വ്യായാമം ചെയ്യേണ്ട സമയം എപ്പോഴാണ് തിരഞ്ഞെടുക്കേണ്ടതെന്ന്, അല്ലെങ്കിൽ വ്യായാമം ചെയ്യാൻ പോകേണ്ട സമയം എപ്പോഴാണ്, ഏത് ഘട്ടത്തിലാവുമ്പോഴാണ് വ്യായാമം ചെയ്യേണ്ടതെന്നൊക്കെ പലരും പല കാര്യങ്ങൾ പല രീതിയിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പോൾ എനിക്ക് അങ്ങനെ ചോദിച്ചവരോട് പറയാനുള്ളത്, ഇപ്പോൾ ഒരാളുടെ അഭിപ്രായമല്ല, എപ്പോഴും ഞാൻ പറയേണ്ട ഒരാളുടെ അഭിപ്രായമല്ല, ഒരുപാട് പേരുടെ അഭിപ്രായമാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നമുക്ക് വ്യായാമം ചെയ്യാൻ തോന്നുന്നത്, അല്ലെങ്കിൽ നമുക്ക് എന്തെങ്കിലും വ്യായാമം ചെയ്തേ പറ്റൂ എന്ന് തോന്നുന്നത് തീർച്ചയായിട്ടും മുൻകാലങ്ങളിൽ, അതായത് മുൻപ് നമ്മളെ ശരീരം പ്രവർത്തിച്ചതുപോലല്ല ഇപ്പോൾ നമ്മുടെ ശരീരം പ്രവർത്തിക്കുന്നത് എന്ന് തോന്നുമ്പോഴാണ് നമ്മൾ പെട്ടെന്ന് നമുക്ക് സ്വയം ഉള്ളിലൊരു ബോധം തോന്നുന്നത്. എനിക്കെന്തോ സംഭവിക്കാൻ പോയി, അല്ല എന്തോ ഒരു പ്രശ്നമുണ്ടല്ലോ, മുൻപത്തെ പോലെ അല്ലല്ലോ, ഇപ്പോഴെന്തൊക്കെയോ പ്രശ്നങ്ങളുണ്ടല്ലോ, ഒന്ന് നടക്കാൻ പറ്റുന്നില്ല, ഒന്ന് ഇരുന്നിട്ട് എഴിക്കാൻ പറ്റുന്നില്ല, ഇല്ലെങ്കിൽ നേരത്തെ ഉണ്ടായിരുന്നതുപോലെ ഒരു ഉന്മേഷമില്ല, ദാമ്പത്യ ജീവിതത്തിൽ ചില പ്രശ്നങ്ങൾ വരുന്നുണ്ട്, കുറച്ച് എരപ്പ് തൂമ്പ് ഇതൊക്കെ വരുന്നുണ്ട്, ഇപ്പോൾ ഇതിന് എന്താണ് ഒരു പോകാൻ വഴി എന്ന് നമുക്ക് തോന്നുമ്പോഴാണ് നമ്മൾ സ്വയം കിടന്നുകൊണ്ട് ആലോചിക്കും, ജിമ്മിൽ പോയാലോ അല്ലെങ്കിൽ ഒന്ന് വ്യായാമം ചെയ്താലോ എന്ന് നിങ്ങൾ ആലോചിക്കുന്നത്. ഇതൊരു പക്ഷേ വേറൊരാൾ പറഞ്ഞിട്ടോ അല്ലെങ്കിൽ വേറൊരാളുടെ നിർബന്ധത്തിലോ ഒന്നല്ല, സ്വയം നമുക്ക് തോന്നുന്നതാണ്. നമുക്കെന്തോ സംഭവിക്കാൻ പോകുന്നു, അല്ലെങ്കിൽ നമുക്കെന്തോ സംഭവിച്ചു, ഇനി ഇങ്ങനെ ഇരുന്നാൽ പറ്റത്തില്ല, ഇനി ഇങ്ങനെ ഇരുന്ന് കഴിഞ്ഞാൽ നമ്മളെല്ലാ ജീവിതത്തിൽ മൊത്തം ഫെയിലായി പോലെ തോൽവി സമ്മതിക്കേണ്ടി വരും, നമ്മൾ ചെയ്യേണ്ട ചില കാര്യങ്ങൾ മറ്റുള്ളവരെ കൊണ്ട് ചെയ്യിപ്പിക്കേണ്ടി വരും. ഇപ്പം നമുക്കിപ്പോൾ ഉദാഹരണത്തിന് നമ്മളെ വീട്ടിൽ തന്നെ അത്യാവശ്യം ചില കാര്യങ്ങൾ ചെയ്യേണ്ടി വരും. അങ്ങനെ എന്താ, നമ്മളെ കട്ടിൽ പിടിച്ച് അങ്ങോട്ടൊന്ന് മാറ്റിയിടണം, അല്ലെങ്കിൽ നമ്മളെ ബെഡ്റൂം ഒന്ന് ചേഞ്ച് ചെയ്യണം, അങ്ങനെയൊക്കെയുള്ള ഒരുപാട് കാര്യങ്ങൾ. അവിടെയൊക്കെ നമ്മളെ കൊണ്ടൊന്നും പറ്റാതെ നമുക്ക് നടുവേയ്യ, നമുക്ക് എരപ്പ് തൂമുപ്പ് ഇത് കാരണമൊക്കെ നമ്മളെന്ത് ചെയ്യും, ഒരു ജോലിക്കാരെ വയ്ക്കും, അല്ലെങ്കിൽ ഒരു ജോലി ഇന്നത്തെ ആരെങ്കിലും രണ്ടുപേരും നിർത്തി പറയും, ചേട്ടാ എനിക്ക് എൻ്റെ റൂമൊന്ന് ചേഞ്ച് ചെയ്യണം, ഇവിടെ നിന്ന് ഈ കട്ടിൽ എടുത്ത് അപ്പുറത്തിടണം, അപ്പുറത്തെ കട്ടിലെടുത്ത് ഇപ്പുറത്ത്, ഈ മേശ പിടിച്ച് അവിടെ ഇടണം, ആ അലമാര പിടിച്ച് ഇവിടെ എന്നൊക്കെ നമ്മൾ പറയാൻ. അവിടെ എല്ലാം നമ്മളെന്ത് ചെയ്യും, നമ്മൾ കൂലിക്കാരെ വെച്ച് ചെയ്യേണ്ടി വരും. അപ്പോൾ നമുക്ക് ആരോഗ്യമുണ്ടെങ്കിൽ അതിൻ്റെ ഒന്നും ആവശ്യമില്ല. നമുക്ക് തന്നെ നമ്മളെ വീട്ടിലുള്ള ഒരാളെ കൂടെ സഹായിച്ച് നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിലേ നമ്മളെ വീട്ടിലുള്ള ആൾക്കാർക്ക് ആരോഗ്യം ഉണ്ടാവുള്ളൂ. അപ്പോൾ നമ്മളെ വീട്ടിൽ നമുക്ക് ആരോഗ്യം ഉണ്ടെങ്കിൽ നമ്മളെ വീട്ടിലുള്ളവരുടെ പറയും, അവർ ഒന്ന് പിടിക്കാം, നമ്മൾ രണ്ടുപേരുടെ പിടിക്കും, അവർ ഒരാളുടെ പിടിച്ചാൽ അപ്പോൾ നമ്മുടെ സംഭവം ഓക്കെ. അപ്പോൾ നമുക്ക് തന്നെ ചെയ്യാൻ പറ്റുന്ന ചില കാര്യങ്ങൾ ചെയ്യാൻ പറ്റാതെ വരുമ്പോഴാണ് നമുക്ക് തോന്നുന്നത് നമുക്കെന്തോ സംഭവിക്കും. കാരണം നമുക്ക് 25 വയസ്സിലോ 20 വയസ്സിലോ 15 വയസ്സ് അല്ലെങ്കിൽ 30 വയസ്സിലോ തോന്നുന്ന അല്ലെങ്കിൽ ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങൾ പ്രായം ഏറുമ്പോഴും പ്രായം വലുതാകുന്നതിന് മുമ്പും നമുക്ക് ചില ബുദ്ധിമുട്ടുകളുണ്ടാകുമ്പോൾ നമുക്ക് തോന്നും നമുക്ക് എന്തെങ്കിലും ചെയ്യണം, വ്യായാമം. അപ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് മനസ്സിൽ വരുന്നത് വ്യായാമം എന്ന് പറയുമ്പോൾ ജിമ്മ് തന്നെയാണ് ഓർമ്മ വരുന്നത്. അപ്പോൾ അങ്ങനെ തോന്നുമ്പോൾ നിങ്ങൾ നേരെ എവിടെ പോയി, ഏതെങ്കിലും ഒരു ജിമ്മിൽ പോകും. ജിമ്മിൽ ചെന്നിട്ട് ഒരു പക്ഷേ എല്ലാവരും ഇത് തുറന്ന് പറയാനൊന്നുമില്ല. എല്ലാവരും വന്ന് പറയും അഡ്മിഷൻ എത്ര മണിക്കാണ് തുടങ്ങുന്നത്, എത്ര മണിക്കാണ് ക്ലോസ് ചെയ്യുന്നത്, എത്ര മണി വരെ ചെയ്യണം, ഇതൊക്കെ ആയിരിക്കും. ഇൻസ്ട്രക്ടർ ഉണ്ടോ, ട്രെയിനിങ് ഉണ്ടോ, ഇതൊക്കെ ആയിരിക്കും പറയുന്നത്. പക്ഷേ നിങ്ങളത് ബുദ്ധിമുട്ട് ശരിക്കും നിങ്ങൾ ആ ഇൻസ്ട്രക്ടറോട് സംസാരിക്കും. ചേട്ടാ എനിക്ക് ഇപ്പോൾ വയസ്സ് ഇത്രയാണ്, 20 ആവട്ടെ അല്ലെങ്കിൽ 25 ആവട്ടെ 30 ആവട്ടെ 40 എത്ര ആയിക്കോട്ടെ, ഞാൻ എൻ്റെ നല്ല ഒരു 5 വർഷം മുമ്പ് എനിക്ക് അങ്ങനെ ചെയ്യാൻ പറ്റുമായിരുന്നു, സ്റ്റെപ്പ് കയറുമ്പോൾ ഒന്നും പ്രശ്നമില്ലായിരുന്നു, ഞാൻ കല്യാണം കഴിഞ്ഞിട്ട് ഇത്ര നാളായി, ആ സമയത്തൊന്നും എനിക്ക് ലൈംഗികമായിട്ട് ബന്ധപ്പെടുമ്പോൾ എനിക്ക് ബുദ്ധിമുട്ടൊന്നും തോന്നിയിട്ടില്ല. പക്ഷേ ഇപ്പോൾ ബന്ധപ്പെടുമ്പോൾ ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരു എരപ്പും തൂമ്പും ഒരു വല്ലായികയൊക്കെ തോന്നാറുണ്ട്. അപ്പോൾ അത് ഒരു പ്രശ്നമാണ്. പിന്നെ അത് കഴിഞ്ഞ് അതൊന്നും പറയാൻ മടിക്കരുത് കേട്ടോ. ഇതൊക്കെ പറയുമ്പോൾ നമുക്ക് കാര്യങ്ങൾ മനസ്സിലാവും. അല്ല നിങ്ങളത് എങ്ങനെ പറയും, എന്ത് ചെയ്യുമെന്നൊന്നും നിങ്ങൾ വിചാരിക്കരുത്. അങ്ങനെ പറയാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇപ്പം ഞാനിപ്പോൾ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ അങ്ങനെയൊക്കെ ഉള്ള ചില സംശയമുള്ളവർ, അല്ലെങ്കിൽ അങ്ങനെയൊക്കെ ഉള്ള ചില അനുഭവമുള്ളവർ തീർച്ചയായിട്ടും അങ്ങനെയുള്ള ഒരു ഇൻസ്ട്രക്ടറെ ചെന്ന് പറയണം, എനിക്ക് സ്റ്റെപ്പ് കയറുമ്പോൾ പ്രശ്നമാണ്, അല്ലെങ്കിൽ ഈ പറഞ്ഞ പോലെ ചില ബുദ്ധിമുട്ടുകളുണ്ട്, നേരത്തെ എനിക്ക് ചില ജോലികൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുമെന്ന് ഇപ്പോൾ ഒറ്റയ്ക്ക് ചെയ്യാൻ പറ്റുന്ന നടുവേദനയുണ്ട്, ഇതുപോലുള്ള കാര്യങ്ങൾ പറയുമ്പോൾ അദ്ദേഹം പറയും നിങ്ങൾക്ക് ഓവർ വെയ്റ്റാണ്, ഈ ഓവർ വെയ്റ്റ് മാറാനുള്ള എക്സസൈസ് ഞങ്ങൾ പഠിപ്പിക്കാം, നിങ്ങളൊരു കാര്യം അഡ്മിഷൻ എടുത്തിട്ട് ഒരു 3 or 4 അല്ലെങ്കിൽ 5 മാസം കൊണ്ട് നിങ്ങൾക്ക് ഈ പറഞ്ഞതുപോലുള്ള അസുഖമെല്ലാം മാറ്റി നിങ്ങൾ മുൻപ് എങ്ങനെ ആയിരുന്നോ അതുപോലെ നിങ്ങളെ ബോഡി ആക്കിത്തരും, അല്ലെങ്കിൽ നിങ്ങൾ അതുപോലെ ആവും എന്ന് പറഞ്ഞ് തന്നെയാണ് എല്ലാവരും അഡ്മിഷൻ എടുക്കുന്നത്. പക്ഷേ ഈ അഡ്മിഷൻ എടുത്തതുകൊണ്ട് മാത്രം ഒന്നും നേടാൻ പറ്റത്തില്ല. ഈ അഡ്മിഷൻ എടുത്തിട്ട് നിങ്ങൾ ശരിക്കും ജിമ്മിൽ പോകണം, അല്ലെങ്കിൽ വ്യായാമം ചെയ്യണം. വ്യായാമം ചെയ്താൽ മാത്രമേ അതിൻ്റെ റിസൾട്ട് കിട്ടൂ. നിങ്ങളിപ്പോൾ അഡ്മിഷൻ എടുത്ത് ഒരു ദിവസം അഡ്മിഷൻ എടുത്തു, പിന്നെ 3 ആഴ്ച കഴിഞ്ഞ് വരുന്നു, പിന്നെ അത് കഴിഞ്ഞ് അടുത്ത ആഴ്ച വരുന്നു, പിന്നെ 2 ദിവസം വരുന്നില്ല, പിന്നെ 3 ദിവസം ചെയ്തു, അങ്ങനെ ചെയ്താൽ റിസൾട്ട് കിട്ടത്തില്ല. അപ്പോൾ നിങ്ങൾ ടോട്ടൽ നോക്കുമ്പോൾ ഞാൻ അഡ്മിഷൻ എടുത്തിട്ട് 3 മാസമായി, എനിക്ക് റിസൾട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമ്മളെ രജിസ്റ്റർ ബുക്കിൽ നോക്കുമ്പോൾ നിങ്ങൾ എത്ര ദിവസം വന്നിട്ടുണ്ട്?
3 മാസത്തിൽ 30 ദിവസം വെച്ച് നോക്കിയാൽ 90 ദിവസമാണ്. അതിൽ 4 ദിവസം അല്ലെങ്കിൽ കുറച്ച് ഞായറാഴ്ച ഒഴിവാക്കി കഴിഞ്ഞാൽ തന്നെയും 10 നിങ്ങൾക്ക് നമുക്ക് വരാനുള്ള ദിവസങ്ങളുണ്ട്. പക്ഷേ നിങ്ങളെന്ത് ചെയ്യും? നിങ്ങൾ ആകപ്പാടെ വന്നത് 1 മാസം എന്നാ വന്നത്? ആഴ്ചയിൽ 1 ദിവസം വന്ന് 1 മാസമായപ്പോൾ 4 ദിവസമായി. 4 ദിവസം വ്യായാമം ചെയ്ത് എന്തെങ്കിലും ഗുണം കിട്ടുമോ? കിട്ടത്തില്ല. അപ്പം നിങ്ങൾക്കറിയാം നിങ്ങളുടെ ശരീരത്തിന് എന്തോ സംഭവിക്കാൻ പോകുന്നു. അത് മറ്റുള്ളവരെക്കാൾ ഏറ്റവും പ്രധാനപ്പെട്ടത് നിങ്ങൾക്കാണ്. അതനുസരിച്ച് നിങ്ങൾ വന്ന് വ്യായാമം ചെയ്യണം. അല്ലാതെ വ്യായാമം ചെയ്യാതെ വീട്ടിലിരുന്ന് ഞാൻ അഡ്മിഷൻ എടുത്ത് ഒരാഴ്ച കഴിഞ്ഞിട്ട് 1 മാസം കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് റിസൾട്ട് ഇല്ലെന്ന് പറഞ്ഞ് പരാതിയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. അത് നമ്മളവിടെയും വന്ന് ഇങ്ങനെ പിന്നെ വന്ന് പരാതി പറയാനും അല്ലെങ്കിൽ പരാതി പറഞ്ഞില്ലെങ്കിൽ അവർക്കൊരു വിഷമം പറ്റുന്നുണ്ട്. ഞാനും ഒരു വഴക്കം പറയണം, നിങ്ങൾ എത്ര ദിവസം വന്നു? ഞാൻ ബുക്ക് എടുത്ത് കാണിച്ചു കൊടുക്കും. നിങ്ങൾ എത്ര ദിവസം വന്നത്? എന്തുകൊണ്ടാണ് നിങ്ങൾക്ക് റിസൾട്ട് കിട്ടാത്തത്? നിങ്ങളെ കൂടെ ചെയ്ത പിള്ളേർക്ക് എന്താ ഇത്ര ദിവസം നല്ല റിസൾട്ട് കിട്ടി? നിങ്ങൾ നോക്കിയേ, ചോദിച്ചു നോക്ക്. അയാളെ പേര് ഓരോരുത്തരെ വിളിച്ച് ചോദിച്ചു നോക്കുമെന്ന് പറയും. അപ്പോൾ ഇല്ല ചേട്ടാ ശരി തന്നെ, ഞാൻ വരാത്ത. അതെന്താ വരാത്തത്? നിങ്ങളെന്താ വരാത്തത്? നിങ്ങൾ അഡ്മിഷൻ എടുത്ത് പോയിട്ട് ഇപ്പോൾ 3 മാസമായി, വന്നത് 4 ദിവസം. എന്താ ഗുണം ഇരിക്കുന്നത്? എൻ്റെ കാശ് കിട്ടി, പക്ഷേ അത് നിങ്ങൾക്ക് എന്ത് ഗുണം കിട്ടി? അപ്പോൾ എൻ്റെ കാശിന് വേണ്ടി മാത്രമല്ല ഞാനിവിടെ ഇരിക്കുന്നത്. നിങ്ങൾക്കും ഗുണം വേണ്ടേ? നിങ്ങൾക്കൂടെ ഗുണമുണ്ടെങ്കിൽ മാത്രമല്ലേ എൻ്റെ സ്ഥാപനത്തിന് നിലനിൽപ്പുള്ളൂ. അല്ല എനിക്ക് എന്താ നിലനിൽപ്പിരിക്കുന്നത്? എൻ്റെ വീട്ടിലുള്ള ആൾക്കാർ മാത്രം എൻ്റെ ജിമ്മിലും ചെയ്താൽ മതിയോ? അപ്പോൾ നിങ്ങളെപ്പോലുള്ളവരുടെ റിസൾട്ടിന് വേണ്ടിയാണ് നിങ്ങൾ പോയി പറഞ്ഞു റിസൾട്ട് കിട്ടി 2 പേരുടെ പറയുമ്പോൾ അവർ 2 പേര് വന്ന് അങ്ങനെയല്ലേ എൻ്റെ ഈ സ്ഥാപനത്തിന് മുന്നോട്ട് എനിക്കെന്നല്ലേ എൻ്റെ കാര്യങ്ങൾ നടക്കുള്ളൂ. അപ്പോൾ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, നിങ്ങൾ വ്യായാമം ചെയ്യാൻ പോകണം. ഏത് ജിമ്മിലാ പോട്ടെ അല്ലെങ്കിൽ എവിടെ പോട്ടെ, നിങ്ങൾ എവിടെ പോയാലും വ്യായാമം ചെയ്യാൻ പോകണം. അഡ്മിഷൻ എടുത്തുകൊണ്ട് മാത്രം നിങ്ങൾക്ക് ബോഡി ശരിയാവണമെന്നില്ല. നിങ്ങൾ സ്ഥിരമായിട്ട് വ്യായാമം ചെയ്താൽ തീർച്ചയായിട്ടും അതിൻ്റെ റിസൾട്ട് ഉണ്ടാകും, യാതൊരു സംശയമില്ല. അപ്പോഴും നിങ്ങൾക്ക് ഈ നിലവിൽ നേരത്തെ ഉണ്ടായിരുന്ന എല്ലാ അസുഖങ്ങളും ബുദ്ധിമുട്ടുകളും മാറും. അപ്പോൾ ഈ ഇരപ്പും തുമ്മുപ്പും ഒന്നും ഉണ്ടാവില്ല. നന്നായിട്ട് ദാമ്പത്യ ജീവിതം നയിക്കാം, നല്ല ജോലി ചെയ്യാം, നല്ല ഉന്മേഷത്തോടുകൂടി എവിടെ ഇറങ്ങിപ്പോൾ ഒരു കല്യാണത്തിന് ഒരു വേറെ എന്ത് ആവശ്യത്തിന് വേണമെങ്കിലും നിങ്ങൾക്ക് നല്ല ഉന്മേഷത്തോടെ പോയി നിൽക്കാം. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് അഡ്മിഷൻ എടുത്തിട്ട് വെറുതെ കറങ്ങി നടക്കാതെ 1 മണിക്കൂർ, എല്ലാ എപ്പിസോഡിലും ഞാൻ ഇപ്പോൾ പറയാറുണ്ട്, 1 മണിക്കൂർ നിങ്ങൾ വ്യായാമം ചെയ്യണം. ഈ 1 മണിക്കൂർ കൊണ്ട് വ്യായാമം നിങ്ങൾക്ക് ഒരുപാട് ഗുണം കിട്ടുന്ന ഒരു സംഭവമാണ്. ആയുസ് കൂടുതൽ കിട്ടുമെന്നൊന്നും ഞാൻ ഒരിക്കലും അവകാശപ്പെടുന്നില്ല. കാരണം അത് തമ്പുരാൻ എഴുതി വെച്ചിരിക്കുന്ന ഒരു ടൈമുണ്ട്. ആ സമയത്ത് നമ്മളെ വിളിച്ചാൽ നമ്മൾ പോയേ പറ്റൂ. പക്ഷേ അസുഖമില്ലാതെ നമുക്ക് ജീവിച്ച് മുന്നോട്ട് കൊണ്ടുപോകാൻ എന്തുകൊണ്ടും വ്യായാമം ഒരു ഉത്തമ ഘടകം തന്നെയാണ്. നിങ്ങൾ ആ വ്യായാമത്തെ 1 മണിക്കൂർ നിങ്ങൾ വ്യായാമത്തിന് വേണ്ടി മാറ്റിവെച്ച് ബാക്കി എല്ലാ 23 മണിക്കൂർ ബാക്കി എല്ലാ കാര്യവും ചെയ്ത് 1 മണിക്കൂർ നിങ്ങൾ വ്യായാമത്തിന് മാറ്റിവെച്ച് ചെയ്യുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ 20 വയസ്സിൽ എങ്ങനെ ജീവിച്ചു അതുപോലെ 40 വയസ്സിലും 50 വയസ്സിലും, അല്ലെ 25 വയസ്സിൽ എങ്ങനെ ജീവിച്ചു അതുപോലെ 50 വയസ്സിൽ 60 വയസ്സിലും ജീവിക്കാൻ പറ്റും, അതിന് സംശയമില്ല. അപ്പോൾ അതിന് ബേസ് എന്ന് പറഞ്ഞത് വ്യായാമം തന്നെയാണ്. വ്യായാമത്തിൽ കൂടെയുള്ള ആരോഗ്യം വീണ്ടെടുത്ത് നിങ്ങൾ നല്ല ഭക്ഷണവും കഴിച്ച് വ്യായാമം ചെയ്ത് പോവുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളുടെ ഈ സംശയത്തിനുള്ള ഒരു അടിസ്ഥാനമില്ല, നല്ല രീതിയിലുള്ള റിസൾട്ട് കിട്ടുമെന്നുള്ള രീതിയിൽ ഞാൻ നിങ്ങളെ ഉറപ്പ് തരുന്നു.